ഹായ്. ഇനി വെബ് പേജിൻ്റെ CSS എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒബ്വിയസ്ലി CSS ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ CSS അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റേർണൽ CSS, ഇൻലൈൻ CSS, എക്സ്റ്റേണൽ CSS എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാഗിൻ്റെ ലൈനിൽ തന്നെ CSS സ്റ്റൈൽസ് കൊടുക്കുന്നതാണ് ഇൻറ്റേർണൽ CSS, ഇൻലൈൻ CSS എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ട എല്ലാ CSS കാര്യങ്ങളും ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തതിനുള്ള ഉള്ളിലാണ് ഇൻറ്റേർണൽ CSS. പിന്നെ ഈ CSSൻ്റെ കോഡ് സെപ്പറേറ്റ് വേറെ ഫയലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. സോ ഇത്രയാണ് CSS ചെയ്യുന്നൊരു ആസ്പെക്റ്റ്. സോ ഞാൻ ഈ പറയുന്ന ടേമുകളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ മസ്റ്റായിട്ടും ഓൾറെഡി ചെയ്ത CSSൻ്റെ സീരീസ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പരിപാടികൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്താണ് പറയുന്നത് എന്നുള്ളത്. സോ CSSലോട്ട് വരുമ്പോൾ രണ്ട് സാധനങ്ങൾ ഇനീഷ്യലി ശ്രദ്ധിക്കേണ്ടത്. സെലക്ടേഴ്സ്, ഇപ്പോൾ ഒരു ടാഗിന് വേണ്ടിയുള്ള CSS പ്രോപ്പർട്ടി ഏതാന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ആ ടാഗിൽ നിങ്ങൾ കൊടുക്കുന്ന സെലക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു ടാഗിന് ഏത് CSS പ്രോപ്പർട്ടി, ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ CSS പ്രോപ്പർട്ടീസ് ട്രാക്ക് ചെയ്യുന്നത്, അതിനെ സെലക്ട് ചെയ്യുന്നത് ഈ നെയിംസ് വെച്ചിട്ടാണ്. ഇപ്പോൾ രണ്ട് രീതിയിലുള്ള സെലക്ടേഴ്സാണ് CSSൽ അവൈലബിൾ ആയിട്ടുള്ളത്, ക്ലാസ് സെലക്ടറും ID സെലക്ടറും. പിന്നെ ആ ടാഗിൻ്റെ പേര് വെച്ചിട്ടും അതേപോലെ കോമ്പിനേഷൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെലക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും ബേസിക്കലി നമുക്കുള്ളത് രണ്ട് സെലക്ടേഴ്സാണ്, ഒന്ന് ക്ലാസ് സെലക്ടറും ഒന്ന് ID സെലക്ടറും. അപ്പോൾ ID സെലക്ടർ യൂഷ്വലി നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഇപ്പോൾ ട്രാക്കിംഗ് പർപ്പസുകൾ, ഇപ്പോൾ നമുക്ക് കോഡിൽ വേറെ സ്ഥലങ്ങളിൽ ഇതിന് ട്രാക്ക് ചെയ്യണം, ഇപ്പോൾ ഡോക്യുമെൻറ്റ് ട്രാക്ക് ചെയ്യാനൊക്കെ ആവശ്യങ്ങളുള്ള സമയത്ത് കൂടുതലും ID സെലക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ID സെലക്ടറും ക്ലാസ് സെലക്ടറും തമ്മിലുള്ള മേജർ ഡിഫറൻസ്, ID സെലക്ടർ ഒരു ID സെലക്ടർ മാത്രമേ ഒരു എലമെൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് നിങ്ങൾ ID ക്വാളിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ID വേറൊരു പേര് കൂടി ഇതിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ക്ലാസ് നമുക്ക് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും സെയിം എലമെൻറ്റിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ മേജർ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ CSS ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും, ഇപ്പോൾ CSS ട്രൈ ഔട്ട് ചെയ്ത ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും. CSS ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്, നമ്മൾ CSS ചെയ്യുമ്പോൾ നെയിം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് പേര് കൊടുക്കും, എല്ലാത്തിനും ക്ലാസ് നെയിം കൊടുക്കണം, അപ്പോൾ എന്ത് പേര് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് വഴിയുണ്ട്. ബെം എന്നാണ് അതിന് പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ CSS എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പരിപാടി എന്നുള്ളത് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. സോ ബെം എടുത്തൊരു ഡോക്യുമെൻ്റ് കിട്ടും. ഇതിൽ എന്താണ് ബെം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ബട്ടൺ എന്ന് കൊടുത്തു, അത് നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പോൾ ഓക്കെ ബട്ടൺ എന്നുള്ള ഒരു ക്ലാസ് നെയിം, കാരണം ഓൾറെഡി അതിന് മീനിങ് ആണ്. ഇപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ബട്ടണാണ് നമുക്ക് തന്നെ അറിയാം. ആ ബട്ടൺ എന്തെങ്കിലും പേര് സ്പെസിഫിക് സബ്മിറ്റ് ബട്ടൺ ആണെങ്കിൽ സബ്മിറ്റ് ബട്ടൺ എന്ന് പേര് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ ബട്ടൻ്റെ ഉള്ളിൽ ഒരു പ്രൈസ് സബ്മിറ്റ് ചെയ്യുന്ന ബട്ടണാണ്, അതിൻ്റെ ഉള്ളിൽ പ്രൈസ് ഉണ്ടാവും. സോ ആ പ്രൈസിന് ബട്ടൺ _ പ്രൈസ് ഉണ്ട്. കാരണം ആ ബട്ടനെ റിലേറ്റ് ചെയ്തിട്ട് ബട്ടൺ അണ്ടറിൽ നിൽക്കുന്ന ഒരു സാധനമാണ് പ്രൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ബട്ടൺ പ്രൈസ് ലേബൽ, പ്രൈസിന് സെപ്പറേറ്റ് ലേബലും കൂടി ഉണ്ടെങ്കിൽ ആ പ്രൈസിൻ്റെ ഉള്ളിൽ ലേബലാണെങ്കിൽ പ്രൈസ് _ ലേബൽ. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ പരിപാടി ഈ ഒരു സ്ട്രക്ചറിൻ്റെ. നെക്സ്റ്റ് വരുന്നത്, ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഓൾറെഡി ഉള്ള ക്ലാസ്സിന് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രൈസ് വെച്ച് സബ്മിറ്റ് ചെയ്യുന്ന ബട്ടൺ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് റെഡ് കളർ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ഗ്രീൻ കളർ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, ഒരു ബ്ലൂ കളർ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. ഇത് മൂന്നും സെയിം കോണ്ടൻ്റ് ആണ് കാണിക്കുന്നത്, പക്ഷേ ഈ കളറിൽ മാത്രം ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഓൾറെഡി ഉള്ള സ്റ്റൈലിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. ആ സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്യാനുള്ള സാധനങ്ങൾ, ഇപ്പോൾ സ്റ്റൈൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഹൈഫൺ ഇട്ടിട്ട് എന്താണ് അതിൻ്റെ മോഡിഫയർ. അപ്പോൾ ഇവിടെ കൊടുത്ത പോലെ ബട്ടൺ ഓറഞ്ച്, ബട്ടൺ ഇപ്പോൾ സൈസിലുള്ള ഡിഫറൻസ് ആണ്, ബട്ടൺ ബിഗ്, ബട്ടൺ സ്മോൾ, ബട്ടൺ ലാർജ്. സോ ഇതാണ് ബെം എന്നുള്ള ഒരു അപ്രോച്ച്, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഈ ഡോക്യുമെൻറ്റ് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഞങ്ങൾ കണക്ട് ചെയ്യാം. അപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഇത് ഞങ്ങൾ കണക്ട് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. സോ ഇത്രയാണ് നിങ്ങൾ സെലക്ടേഴ്സിന് പേരെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാം, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഡോക്യുമെൻറ്റ് ഈ എല്ലാ ത്രൂ ഔട്ട് ഫുൾ ഡോക്യുമെൻറ്റിൽ സെലക്ടേഴ്സിൻ്റെ നെയിമിംഗ് ഫുള്ള് കൊടുത്തിട്ട് ബെം പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഇതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാണെങ്കിൽ നിങ്ങൾക്ക് അത് പോയിൻ്റ് ഔട്ട് ചെയ്യാം. അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇത്രയാണ് ബെം വെച്ച് ചെയ്യുമ്പോൾ. ഇങ്ങനെ നെയിമിംഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കോഡ് വായിക്കുമ്പോൾ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഈ കോഡ് വായിക്കുമ്പോൾ ഒരാൾക്കെന്നെ മനസ്സിലാവുന്നത് ആ സർവീസ് കാർഡിൻ്റെ ഉള്ളിലുള്ള കോണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഒരു പോർഷനാണ്. ഇത് സർവീസ് കാർഡിൻ്റെ ഉള്ളിലുള്ള കോണ്ടൻറ്റിൻ്റെ ഉള്ളിൽ
ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു പോർഷനാണ്. സോ ഇങ്ങനെ ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ്, നിങ്ങളെ കോഡ് ഭയങ്കര ഡിസ്ക്രിപ്റ്റീവ് ആവുകയും ചെയ്യും, ഭയങ്കര ബെറ്റർ ഫോർമാറ്റിലുള്ള കോഡ് ആയിട്ട് മാറും നിങ്ങളുടെ കോഡ്. പിന്നെ ഇനി CSS എഴുതുക എന്നുള്ളത്. അപ്പോൾ സെലക്ടേഴ്സിൻ്റെ പേര് നമ്മൾ കൊടുത്തു, ഇനി അതിന് വേണ്ട CSS പ്രോപ്പർട്ടീസ് എഴുതുക എന്നുള്ളതാണ്. സോ ഇതിൽ എല്ലാ CSS പ്രോപ്പർട്ടീസും ഓൾറെഡി ഞാൻ പറഞ്ഞ CSS സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് കാണാത്തവർക്ക് അത് ചെക്കൗട്ട് ചെയ്യാം. സോ അത് ഞാൻ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഇനി ഇതിൽ മേജറായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ CSSൽ നിങ്ങൾക്ക് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തീമിൽ നമ്മൾ ടോട്ടലി വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന കളേഴ്സ്, അതേപോലെ ഫോണ്ട് ഫാമിലി, ബേസ് ഫോണ്ട് സൈസ്, നാബാറിൻ്റെ ഹൈറ്റ്, അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വേരിയബിളായിട്ട് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അത് യൂസ് ചെയ്യുന്ന പോർഷൻസിലൊക്കെ ഈ വേരിയബിൾസ് കോൾ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഫ്യൂച്ചറിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് സൈസിൽ നമ്മൾ റീത്തിങ്ക് ചെയ്തിട്ട് വേറൊരു ഫോണ്ട് സൈസ് എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേറൊരു ഫോണ്ട് ഫാമിലി യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, തീം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഈ റൂട്ട് ലെവൽ വന്നിട്ട് വേരിയബിൾ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുവെ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് റിഡക്റ്റൻസി എന്ന് പറയും. സെയിം മീനിങ് ഫുൾ ആയിട്ടുള്ള സാധനം ഡിഫറെൻറ്റ് സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്ത് വെക്കാതെ അതൊരു സിംഗിൾ സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇതിൻ്റെ റെഫറൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഒരു സ്ഥലത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു, ഇപ്പോൾ ഈ വേരിയബിളിൻ്റെ കേസ് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്തു, ബാക്കി സ്ഥലത്തൊക്കെ ഇതിൻ്റെ റെഫറൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിൻ്റെ റെഫറൻസിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മൂവിങ് ഫോർവേഡ്. സോ അത് മനസ്സിലെപ്പോഴും വെക്കുക ഈ വേരിയബിൾസ് യൂസ് ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് സാധനം ഫങ്ഷൻസാണ്. ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷൻസ്. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡോമിൽ കാണിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 100% അതിൻ്റെ ഇപ്പോൾ ഒരു 10 പിക്സലോട് കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് കാണിക്കണം. അപ്പോൾ കാൽക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, ഇത് ആഡപ്പ് ചെയ്ത് കാണിക്കാനുള്ള. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അങ്ങനെ ഫങ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് CSSൽ ഇപ്പോൾ ഉള്ളത്. ബാക്കി ഓൾറെഡി ഇതിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഈ സ്യൂഡോ ക്ലാസസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹോവർ ചെയ്യുന്ന എലമെൻറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത വെബ് പേജ് എടുത്ത് നോക്കിയാൽ അറിയാം, കണ്ടാൽ മനസ്സിലാവും. ഇതിൽ കുറേ ഹോവർ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നാബാറിലെ ഹെഡറിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് സ്കെയിൽ ചെയ്യുന്നുണ്ട്, ഇത് ഹോവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പൊതുവേ ചെയ്യുക. ഇനീഷ്യലി നമ്മൾ വെബ് പേജ് സ്റ്റൈൽ ചെയ്യും, എന്നിട്ട് അവസാനം ആ സ്റ്റൈലിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ക്രീൻ സൈസിലോട്ട് വേണ്ടിയിട്ടുള്ള സ്റ്റൈലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊതുവെ ഹോവർ ചെയ്യുന്നത്. ഈ സ്യൂഡോ എലമെൻറ്റ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹോവർ, സെലക്റ്റഡ്, ഫോക്കസ്, ഇങ്ങനത്തെ കുറേ സ്യൂഡോ എലമെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ അപ്ലൈ ചെയ്യുക ഇത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ സ്റ്റൈലിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇതിൽ തന്നെ കാണാം, ഇതിൽ ഓൾറെഡി കുറച്ച് സ്റ്റൈൽസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഹോവർ എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഇമേജിനെ ഹോവർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് അതിങ്ങനെ ഒരു സ്കെയിൽ ചെയ്യുക, ചെറുതായിട്ട് ഒരു സ്കെയിൽ ചെയ്യുന്നൊരു എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹോവർ എഫക്റ്റാണ്. അങ്ങനെ എല്ലാ ഹോവർ എഫക്റ്റും കൂടെ കാണാം. ഇത് ടീം മെമ്പറെ കാർഡിൽ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതൊക്കെ സെയിം കാർഡാണ്. അതിനാകെ ഡിഫറൻസ് ഈ ഇമേജ് മാറ്റാണ്ട് ടെക്സ്റ്റ് മാറ്റാണ്ട്. അതേപോലെ CSSൽ ഇപ്പോൾ ഇമേജും ടെക്സ്റ്റൊക്കെ നമ്മൾ HTML തന്നെ ചേഞ്ച് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൽ CSSൽ മാറ്റിയുള്ള ഈ കളേഴ്സാണ്. ആ കളേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ട് മോഡിഫയർ ഡിഫൈൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റും CSS എലമെൻറ്റ്സിൻ്റെ ഉള്ളിൽ. സോ ഇത്രയാണ്. ഇപ്പോൾ ഇങ്ങനെ CSS ചെയ്യുമ്പോൾ ഇപ്പോൾ മേജറായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ മേജറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇങ്ങനത്തെ ഫങ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് കേസ്. പിന്നെ വേരിയബിൾസിൻ്റെ കേസ് അത് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ സെലക്ടേഴ്സിന് പേര് കൊടുക്കുമ്പോൾ ബെം പോലത്തെ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസ് യൂട്ടിലൈസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക. സോ ഇതിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം കറൻലി ഉള്ളത്, ഇനീഷ്യലി HTML വീഡിയോ പറഞ്ഞായിരുന്നു, നിങ്ങൾ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുമ്പോൾ ഓൾറെഡി നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക ഇത് നിങ്ങൾക്ക് റെസ്പോൺസീവ് ആക്കാനുള്ള വെബ്സൈറ്റാണ്. സോ അപ്പോൾ ഇത് ഇവിടെ ഈ ഡിവ് ഇങ്ങനെ ഇത് റാപ്പ് ചെയ്തിട്ട് ഓൾറെഡി ഈ എലമെൻറ്റ്സ് ഈ ടീം മെമ്പേഴ്സിനൊക്കെ റാപ്പ് ചെയ്യുന്നൊരു ഡിവ് ഉണ്ടാവുമല്ലോ, ആ ഡിവിനെ ഫ്ലെക്സിബിളായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് വേറെ ചെറിയ സ്ക്രീൻ സൈസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയറക്ഷൻ, ഇപ്പോൾ ഫ്ലെക്സിന് 2 ഡയറക്ഷൻ ഉണ്ട്, റോ, കോളൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ റോ ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ കോളൻ ഡയറക്ഷനിലോട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഈസിലി മറ്റ് ഡിവൈസിലോട്ട് റെസ്പോൺസീവ് ആക്കാൻ പറ്റും. സോ എല്ലാ CSS പ്രോപ്പർട്ടീസ് കൊടുക്കുമ്പോഴും ആദ്യം ഇനീഷ്യലി അത് നിങ്ങളെ മൈൻഡിൽ വെക്കുക. ഇനി നിങ്ങൾ ആദ്യം മൊബൈൽ ഫസ്റ്റ് ഡിസൈനാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. സോ ഇത് എനിക്ക് ബിഗ്ഗർ സ്ക്രീനിലോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അതിനും കൂടി ആപ്റ്റായിട്ടുള്ള സ്റ്റൈൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം
അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് CSS പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പേജിൽ നമ്മളോട് കണക്ട് ചെയ്യാം. സോ നമുക്കത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ്.